ചുറ്റും പൂർണ്ണമായും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ ഗ്രാമീണ ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ സയ്യിദത്ത് മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവറുകൾ മറപ്പെട്ടുകിടക്കുന്ന കൊയ്യത്തബയിലിൻ്റെ മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കാസർഗോഡ് ഹൊസങ്കടിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ദൈഗോളി എന്ന ഒരു ചെറു പട്ടണത്തിലേക്ക് എത്തുന്നുള്ളത്. ഇവിടെ നിന്ന് ഈ മനോഹരമായ ഈ ദ്വാരത്തിലൂടെ ഗ്രാമീണ ഭംഗിയും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ പ്രകൃതി കൊണ്ട് മനോഹരമായ ഈ വഴിയിലൂടെ ഏകദേശം 2.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് കൊയ്യത്തബയിൽ എന്ന ഈ മണ്ണിലേക്ക് എത്തുന്നുള്ളത്. ഈ മണ്ണ് ഇത്രത്തേക്കും പ്രസിദ്ധമാകാൻ കാരണം ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുകളാണ്. ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ഗ്രാമത്തിലേക്ക് മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുടെ കുടുംബം യമനിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ഈ നാട്ടിലെ പൂർവികരായ കാരണവന്മാരിൽ നിന്ന് കൈപ്പറ്റി വന്ന അറിവാണ് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊയ്യത്തബയിലെ പരിസര നിവാസികൾക്ക് ചില അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാവുകയും ശേഷം ഇവിടെ ഒന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഖബർ കാണുകയും അതിലൂടെ പരിസര നിവാസികൾക്ക് പല അത്ഭുതങ്ങൾ കാണാൻ ഇടയായപ്പോഴാണ് ഇത് ഒരു സാധാരണ ഖബർ അല്ല എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് എന്ന് അറിയാൻ സാധിച്ചു. പിന്നീട് ചില മഹാന്മാർക്ക് ഇവരുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയും നിർദ്ദേശങ്ങൾ ലഭിച്ചപ്പോഴാണ് ഈ കുഗ്രാമത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി സിയാറത്തിനും നേർച്ചകൾക്കുമായി എത്താൻ തുടങ്ങിയത്. ഏറ്റവും വിസ്മയമായ കാര്യമെന്തെന്ന് വെച്ചാൽ മൈസൂരിലെ രാജാവായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ടിപ്പു സുൽത്താനിൻ്റെ കുതിര ഇവിടെ മുട്ടുകുത്തുന്നുള്ളത്. പിന്നീട് കുതിര മുന്നോട്ട് നീങ്ങാതെ വന്നപ്പോഴാണ് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ നാട്ടുകാരോട് അന്വേഷിക്കുമ്പോഴാണ് ടിപ്പു സുൽത്താനിൻ്റെ കുതിര മുട്ടുകുത്തിയത് മഹദി അവരുകളുടെ ഖബറിൻ ചാരത്താണെന്ന് മനസ്സിലായത്. പിന്നീട് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു പ്രത്യേക വിളക്ക് കത്തിക്കുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്തപ്പോഴാണ് കുതിര മുന്നോട്ട് നീങ്ങിയത് എന്നാണ് ചരിത്രം പറയുന്നുള്ളത്. ഇവിടെ ദീർഘകാല ഖാദിയും മുദരിസുമായിരുന്ന ഷേഖുന ആലിക്കുഞ്ഞ്